ചിക്കന് തീ പിടിച്ച വില അടക്കുമ്പോൾ വെറും 30 രൂപയ്ക്ക് ചിക്കൻ കറി കൊടുക്കുന്ന രവിയേട്ടൻ്റെ കടയിലാണ് ഇന്ന് നിൽക്കുന്നത്. അതാണ്ട ഇതാണ് നമ്മുടെ 30 രൂപയുടെ ചിക്കൻ കറി. ഇവിടെ വന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് പറ അഭിപ്രായം. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്ന വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ്. അതായത് കൂടുതലും ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞൊരു സ്ഥലമാണ്. അതാണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ അറിയാം. അതേപോലെ തന്നെ ഫുള്ള് കർഷകരുള്ളൊരു നാടാണിത്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വെള്ളനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനിന്ന് നിൽക്കുന്നത്. ഇവിടെ വേറൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ചിക്കനൊക്കെ ഇത്രയും തീ പിടിച്ച വില കിടക്കുന്ന സമയമാണേ. ഈ സമയത്ത് ഒരാൾ ഇവിടെ വെറും 30 രൂപയ്ക്കാണ് കൊടുക്കുന്ന ചിക്കൻ കറി. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ രവിയേട്ടൻ്റെ കടയിൽ. അപ്പോൾ നമുക്ക് ആ കടയിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇതാണ് നമ്മുടെ രവിയേട്ടൻ്റെ കട കേട്ടോ. ഇവിടെ ഫുള്ളും സാധാരണപ്പെട്ട ആൾക്കാരാണ് കൂടുതലും വരുന്നത്. ജോലിക്ക് പോകുന്നവർ എല്ലാവരും ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് എത്തിപ്പെട്ട് ചായയൊക്കെ കുടിച്ച് എന്നിട്ടാണ് അവർ പോകുന്നത്. അതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്നാണ് എല്ലാവരും അങ്ങ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണ്ടേ. ഇതാണ് നമ്മുടെ രവിയേട്ടൻ. രവിയേട്ടൻ ചായയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആഹാരം കഴിക്കാം. പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. വളരെ ചെറിയൊരു കടയാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇരിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഫുഡിലല്ലേ കാര്യം, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ രവിയേട്ടൻ അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആഹാ, അപ്പവും ചിക്കൻ കറിയും കഴിക്കാം നമുക്ക്. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണെന്ന് തോന്നണം കേട്ടോ. കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാം. വേണ്ട, അത് തുടപ്പം തന്നെ നന്നായിട്ട് അറിയാം കേട്ടോ. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും 30 രൂപയുടെ ചിക്കൻ കറിയും കൂടെ ഒന്ന് എത്തട്ടെ. 30 രൂപയുടെ ചിക്കൻ കറിയാണ് നണ്ട ഇത്. ഒഴിച്ചു. ആഹാ, അപ്പവും ചിക്കൻ കറിയും വേണ്ടേ. 30 രൂപയുടെ ചിക്കൻ കറി നമുക്കൊന്ന് കഴിച്ചു തുടങ്ങാം. കുറച്ചപ്പം പിച്ചെടുത്തിട്ട് ചിക്കൻ കറിയിലോട്ടൊന്ന് മുക്കി കഴിച്ചു നോക്കാം ആദ്യം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ചേരുവല് ടേസ്റ്റ് കിട്ടുന്ന മെത്തേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ, കൊള്ളാം. ഇനി നമുക്ക് വേണ്ട ചിക്കൻ കഷ്ണമാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ, നൈസാ. വേറെ ചേരുവകളൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇതും കൂടെ പിച്ച് അപ്പവും കൂടെ കൂട്ടി ഉണ്ടെങ്കിൽ കഴിക്കാം. കുറച്ച് തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട് കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാ ചേരുവകളും നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴറ്റി മല്ലിയില ഇട്ട് എല്ലാ സാധനം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പത്തിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അപ്പവും ചിക്കൻ കറിയും തന്നെ ഒരു ഭയങ്കര കോമ്പിനേഷനാണ്. അതാണ് എടുത്ത് പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ചുമയും തൊണ്ടവേനയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദം ഇത്തിരി അടഞ്ഞിരിക്കുക. അതിൻ്റെ പോരായ്മ കൂടി ഉണ്ട്, ക്ഷമിക്കണം. അപ്പത്തിനോട് ഈ കാലത്ത് ഗ്രേവി കിട്ടുന്ന കാര്യം തന്നെ വളരെ പാടാണ്. അപ്പോഴാണ് ഈ ചിക്കൻ കറിയോടുകൂടി കൊടുക്കുന്നത്. അത് നമ്മുടെ രവിയേട്ടൻ 30 രൂപയ്ക്ക്. ഭയങ്കര സംഭവമാണോ, ഭയങ്കര സംഭവം അതൊക്കെ. ചിക്കൻ്റെ ചെറിയ പീസാണ്, നല്ല സോഫ്റ്റാ. ആഹാ, കൊള്ളാം. എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കൂടുതൽ ഈ കോമ്പിനേഷൻ. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അപ്പവും ചിക്കൻ കറിയാണ്. അത് തന്നെ ഇവിടെ ഉള്ളത് തന്നെ വലിയ ഭാഗ്യം. പോരാത്തിന് ഇടിയപ്പം ഉണ്ട് ഇവിടെ. നമുക്ക് അപ്പം കഴിച്ചിട്ട് ഇടിയപ്പം കഴിക്കാം. ഇന്നത്തെ കാലത്ത് 30 രൂപ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും തീ പിടിച്ച വില കിടക്കുക ചിക്കന്. അപ്പം 30 രൂപയ്ക്ക് ചിക്കൻ കറി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഇത്രയും ഉണ്ട് 30 രൂപയ്ക്ക്. ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. ഇതുവരെ ആരും അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ട്. എരിവൊക്കെ നല്ല രീതിയിൽ ഒരു ആവശ്യത്തിനുണ്ട്. ഒരാൾക്ക് കഴിക്കാനുള്ള പാകത്തിന് എല്ലാം. 30 രൂപയുടെ ചിക്കൻ കറി, അതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം മേടിക്കാം. ഓക്കെ രവിട്ടോ, ഇടിയപ്പം. വടയുണ്ടോ? വടയുണ്ട്. ഉഴുന്ന് വട ആയിരിക്കും, നോക്കാം. ഉഴുന്ന് വട തന്നെയാണ് കേട്ടോ. ഓക്കെ, ആഹാ. ഇനി കുറച്ച് ചമ്മന്തി കൂടെ മേടിക്കാം നമുക്ക്. കുറച്ച് ചമ്മന്തി ഇതിലും കുറച്ച് ഇതിലും കൂടെ. ഓക്കെ, മതി.
വടയിൽ ചമ്മന്തി ഒഴിച്ചു വേണം കഴിക്കാൻ. ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട വട കണ്ട, ആഹാ നല്ല ചൂട് വടേനേട്ടാ. ആഹാ ഇങ്ങനെ അങ്ങോട്ട് ചമ്മന്തിയിൽ കുഴച്ച് വേണം ഉഴുന്നോടെ കഴിക്കാൻ. വേണ്ട കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ കേട്ടോ ഇവിടെ, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പിടിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട് ഉഴുന്നോട. അതെ, ഇനി ഇടിയപ്പം ചമ്മന്തിയും കൂടി. കൊള്ളാം കേട്ടോ, ഇടിയപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കാൻ സോഫ്റ്റാ. ചായ വന്നിട്ടുണ്ട്, നല്ല പശുവും പാലിലെ ചായ. ആഹാ അടിപൊളി. കുറേ നാളുകൊണ്ട് കവറ് പാല് മനസ്സിലായില്ലേ, കവറിലെ പാലിലെ ചായയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പശുവും പാലിൽ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം, മനസ്സിനും മൊത്തത്തിൽ ഒരു ഉന്മേഷം തോന്നുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് വന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. നാട്ടിൻപുറത്തിൻ്റെ ഈ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കർഷകരും എല്ലാവരും ഉള്ളതാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഇവിടെ താണ്ടെ വാഴയിലയിൽ ഈ ഒരു ആഹാരം കഴിക്കാൻ തന്നെ ഭയങ്കര ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ശാന്തത അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഇവിടെ വരണം, ഈ നാട്ടിൻപുറം പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ, അത് അനുഭവിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് താണ്ടെ ഇതങ്ങോട്ട് കഴിച്ച് ഫിനിഷ് ചെയ്യാം. കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ട്, ഇടിയപ്പം, ലാസ്റ്റ് ഉഴുന്നോടൻ ചമ്മന്തിയും കൂടെ കഴിക്കാം. ആഹാ കഴിക്കാം. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ ലൊക്കേഷനൊക്കെ അവസാനം പറയുന്നുണ്ട്, നിങ്ങളിവിടെ വന്ന് ഈ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. നമുക്കിനി ഇവിടെ കഴിക്കാൻ വരുന്നവരോടൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ എൻ്റെ പോണ്ട് ഫുഡ് കഴിക്കാൻ. ചേട്ടനോട് ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അനൂപാണ്. അനൂപ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നതാണോ? സ്ഥിരമായിട്ട് വരുന്നതാണല്ലേ? എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡൊക്കെ സൂപ്പറാണ്. സ്ഥിരം ഇത് കഴിക്കാൻ മാത്രമാണ് നമ്മൾ ഡെയിലി വരുന്നത്. ഡെയിലി ഇത് കഴിക്കാനാണ് വരുന്നത്. 30 രൂപയുടെ ഈ ചിക്കൻ കറിയെ പറ്റി എന്താണ് പറയാനുള്ളത്? മറ്റേ ഇവിടെ നമ്മുടെ ഈ ലൊക്കേഷനും ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഫുഡ് ഇല്ല. ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ മാത്രം. അതും ഈ ചിക്കൻ ഇത്രയും തീ പിടിച്ച വിലയാണ് കിടക്കുന്ന, അത് ഇവിടെ 30 രൂപയ്ക്ക് ഇവിടെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലേ. വേറെ എങ്ങുമില്ല, ഞാൻ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ തൊട്ടടുത്തൊക്കെ വില കൂടുതലാണ്. എന്താ ഇവിടേക്ക് അടുത്ത് വില കൂടുതലാണല്ലേ? അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ കുറവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പൊറോട്ടയൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചത് അപ്പോൾ ഇടിയപ്പോണ് ഞാൻ കഴിച്ചത്, അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ തന്നെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ ഇരുന്ന് വാഴയിലയിൽ ഇങ്ങനെ കഴിക്കുന്നതൊക്കെ എന്താ പറയാനുള്ളത് മൊത്തത്തിൽ? വാഴയില കഴിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും. അതെ തീർച്ചയായിട്ടും. അപ്പോൾ രവിയേട്ടൻ തേന്നിപ്പോണ്ട്, ബാക്കി വിശേഷങ്ങൾ നമുക്ക് രവിയേട്ടനോട് ചോദിക്കാം. രവിയേട്ടോ? അതെ. അപ്പൊ സുഖമൊക്കെ തന്നെ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നല്ല രീതിയിൽ പോകണം. ഇപ്പൊ രവിയേട്ടാ, നമ്മളെ ഈ കട എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഈ വിഭവങ്ങളൊക്കെ തുടങ്ങിയിട്ട് 8 വർഷമായി. 8 വർഷമല്ല, കൂടുതലായി. ഞാൻ ഈ കട തുടങ്ങാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 40 വർഷമായി. 40 വർഷമായി. എനിക്ക് ഹോട്ടലുമായിട്ട് പീരീഡ് ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു 55 വർഷത്തിലോളമായി. 55 വർഷം. അതെ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ടെക്നിക്കുകളും എനിക്കറിയാം. ഞാൻ സ്വന്തമായിട്ടാണ് ഇത് കട നടത്തുന്നതും സ്വന്തമായിട്ടാണ് ചെയ്യുന്നതും. ഇപ്പോൾ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നാട്ടുമ്പുറമാണ്. ഈ നാട്ടുമ്പുറത്തിൽ ഇവിടെ കൂടുതലും ഉള്ളത് കൃഷിക്കാരാണ്. കൃഷിക്കാർ, പിന്നെ കുറെ വയസ്സായ ആൾക്കാർ, നമ്മൾ വരുന്ന വഴി തന്നെ കണ്ടായിരുന്നു കുറെ കൃഷിക്കാർ, റബ്ബർ വെട്ടുകാർ, മലക്കറി കൃഷിക്കാർ, പിന്നെ ആശാരിപ്പണിക്കാർ, പിന്നെ തെങ്ങേറ്റ തൊഴിലാളികൾ, പിന്നെ മരം മുറിപ്പ് തൊഴിലാളികൾ, അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു പ്രദേശമാണ് ഈ കണ്ണമ്പള്ളി പ്രദേശം. അപ്പോൾ ഇതിലുപരി കുറേ ഈ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വിചാരിച്ച് ഒരു ചിക്കൻ കറി ചെറിയ രീതിയിൽ ഒരു 30 രൂപയ്ക്ക് കൊടുക്കാം എന്നുള്ള മനസ്സിലുണ്ടായി. അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. ഈ കാലത്ത് 30 രൂപയ്ക്ക് ആരും, എൻ്റെ അറിവിൽ ആരും അങ്ങനെ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് 30 രൂപയുടെ ചിക്കൻ കറി. അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 174 രൂപ വരെ ചിക്കൻ കറിക്ക് പോയപ്പോഴത്തേക്ക് ഈ തവണത്തെ വില ഇതേ അളവിൽ തന്നെ പോയത്. എന്നാൽ ഇപ്പോഴ് 150 രൂപ ഇപ്പോഴും നിലവിൽ നിൽക്കുക. എന്നിട്ട് ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ കാലത്ത് മുതൽ വെളുപ്പാങ്കാലം ഞാൻ കട തുറക്കുന്നത് 3 മണിക്കാണെങ്കിൽ തന്നെയും
4:30 ആകുമ്പോൾ ചിക്കൻ കറിയും പൊറോട്ടയും ദോശയും എല്ലാം കൂടെ ആവും. 3 മണിക്ക് കട തുറക്കുമല്ലേ? കട തുറക്കും. അപ്പോൾ ഫുഡ് അപ്പോൾ ആവും 3 മണി മുതൽ ഞാൻ ചായ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് 4-4:30 ആകുമ്പോൾ ഫുഡാവും. പല സ്ഥലത്തുനിന്നും ഈ 4:30-ക്ക് ശേഷം ആൾക്കാർ വരുമല്ലേ ആ ടൈമിൽ? മുട്ട കഴിക്കാനായിട്ട് ഇവിടെ വരും. ആൾക്കാർ വരാം 4:30. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ഇവിടെ സാധനം ഉണ്ടാക്കി. പക്ഷേ ഫുൾ ടൈമിലില്ല. ഒരു 11-11:30 മണിയാകുമ്പോൾ ഈ പരിപാടി, ഈ ചിക്കൻ്റെയും പൊറോട്ടയുടെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പരിപാടി ഇത് ഇവിടെ അവസാനിക്കും. അവസാനിച്ചിട്ട് 11:30. അത് കഴിഞ്ഞാൽ പിന്നെ വടയും ചായയാണ്. നമ്മളുടെ വടയും ചായയും അതൊരു ഫേമസ് ആയിട്ട് ഒരു 4-5 ഐറ്റം വട, ഉഴുന്നുവട, പരിപ്പ് വട, ഉള്ളിവട, അലവാങ്ക്, പിന്നെ ഏത്തയ്ക്ക റോസ്റ്റ്, ഏത്തയ്ക്ക അപ്പം, ഇങ്ങനെയുള്ള വിഭവങ്ങൾ വെച്ചാണ് 7 മണിയാകുമ്പോൾ കട ക്ലോസ് ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടോ? ഇല്ലല്ലോ. ഉച്ചയ്ക്ക് ഈ ഇതില്ല. പിന്നെ വടയും ചായയും അങ്ങനെ. എനിക്ക് ഇതിനും അപ്പുറം ചെറിയ ചില വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് മനസ്സിൽ ഉദ്ദേശമുണ്ട്. അത് താമസിക്കാതെ തന്നെ ആ വിഭവമായിട്ട് ഞാനിവിടെ ഈ കടയിൽ തുടങ്ങും. ഓക്കെ, അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതായിരിക്കും. ആയിരിക്കും. അതെ, നന്നായിരിക്കട്ടെ. എന്തായാലും കൊണ്ടുവരൂ. അപ്പോൾ നമ്മൾ 30 രൂപയുടെ ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആൾക്കാരുടെയൊക്കെ അഭിപ്രായം എല്ലാവരുടെയും ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല മികച്ച അഭിപ്രായമാണ്. അതുപോലെ നമ്മുടെ രവിയേട്ടനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. 30 രൂപയുടെ ചിക്കൻ കറി ഇപ്പോഴും ഞാൻ പറയുകയാണ് അത്ഭുതമാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുക. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ദാണ്ട ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കണമല്ലോ. മൊത്തത്തിൽ ഈ ഉള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് വേണം നമ്മളിത് കഴിക്കാൻ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തുവാ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക. ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് റോഡാണ്. വെള്ളനാട് പേയാട് റോഡിലാണ്. ഈ കുരിശടിയിലെ ഈ കുരിശടിയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള നമ്മുടെ രവിയേട്ടൻ്റെ കടയാണ്. കറക്റ്റ് സ്ഥലപ്പേരെന്ന് പറയുമ്പോൾ കണ്ണമ്പള്ളി ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, കഴിക്കുക. ഓക്കെ.